വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആൻ്റോണി ഇറോള എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ്. ആൾ നിലവിൽ AFC ബോൺമൂത്ത് എന്ന് പറയുന്ന നമ്മുടെ പ്രീമിയർ ലീഗ് സൈഡിൻ്റെ മാനേജറാണ്. അപ്പോൾ നിലവിൽ അദ്ദേഹം പ്രീമിയർ ലീഗിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ്. അത് ഇതുവരെ ബോൺമൗത്തിൻ്റെ സൈഡിൽ നിന്ന് കാണാത്തൊരു പരിപാടിയാണ് ഈ ഒരു സീസണിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 2023 ടീമിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. 2023 സമ്മറിൽ ഗ്യാരി ഓനിലിന് ശേഷമാണ് അദ്ദേഹം ടീമിലേക്ക് എത്തുന്നത്. അപ്പം ഒരു സ്പാനിഷ് മാനേജർ AFC ബോൺമൗത്തിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും സംശയങ്ങളുണ്ട്. കാരണം AFC ബോൺമൗത്തിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റേബിളായിട്ട് പ്രീമിയർ ലീഗിൽ നിൽക്കണം. സ്റ്റേബിളായിട്ട് പ്രീമിയർ ലീഗിൽ നിൽക്കണമെങ്കിൽ അറിയാലോ, സ്വാഭാവികമായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുക ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജർക്കായിരിക്കും എന്നാണ് ഫാൻസ് സ്വാഭാവികമായിട്ടും ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ഫാൻസിൻ്റെ ഇടയിലേക്ക് വരുന്ന ആളാണ് ഇറോള. ഇറോളൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ യങ്ങാണ്. പിന്നെ ആൾ സ്പാനിഷ് മാനേജറാണ്. ആൾ 2016 മാത്രം ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ആളാണ്. അത്ലറ്റിക്കോ ബിൽബാവോലൊക്കെ അദ്ദേഹം റൈറ്റ് ബാക്കായിട്ട് 13 കൊല്ലത്തോളം കളിക്കുന്നുണ്ട്. കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ആർട്ടറ്റിൻ്റെ കൂടെ അലോൺസോൻ്റെ കൂടെ ഒക്കെ അദ്ദേഹം കളിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം മാനേജറിയൽ കരിയർ ആരംഭിക്കുന്നത് ഒരു സൈപ്രസ് ക്ലബ്ബിലേക്ക് പോവുകയാണ്. സൈപ്രസ് ക്ലബ്ബിലേക്ക് പോയതിന് ശേഷം അവിടുത്തെ ജേണി എന്ന് പറഞ്ഞാൽ 2 മാസം ഒരു മാച്ച് പോലും ആൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സൈപ്രസിലെ ജേണി. പിന്നീട് അദ്ദേഹം മിറാണ്ടസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ക്ലബ്ബിലേക്ക് എത്തുന്നുണ്ട്, ലോവർ ഡിവിഷൻ കളിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതായത് എന്തൊരു സ്പാനിഷ് കപ്പ് അദ്ദേഹം ടീമിനെ സെമി ഫൈനലിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് 92 വർഷത്തിന് ശേഷമാണ് മിറാണ്ടസ് അത്തരത്തിലുള്ളൊരു അച്ചീവ്മെൻറ്റ് നേടുന്നത്. സോ അങ്ങനത്തെ ഒരു റെക്കഗ്നീഷൻ കിട്ടി. റയോ വല്ലക്കാനോൻ അദ്ദേഹം സെഗുണ്ടയിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന് ചെറിയൊരു റെക്കഗ്നീഷൻ കിട്ടി. എന്നിട്ടാണ് അദ്ദേഹം എങ്ങോട്ട് വരുന്നത്, പ്രീമിയർ ലീഗിലേക്ക് AFC ബോൺമൗത്തിൻ്റെ മാനേജറായിട്ട് വരുന്നത്. ടോട്ടലി ഒരു ഫ്രഷ് ഫേസ് പ്രീമിയർ ലീഗിലേക്ക്. സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹം ഡൗട്ട്സൊക്കെ പതുക്കെ ഇങ്ങനെ തിരുത്തി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ 2023-24 സീസൺ പതുക്കെയാണ് തുടങ്ങിയെങ്കിലും എൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി, ഇയാൾക്ക് പണി അറിയാം. അങ്ങനെ അവർ 2023-24 സീസൺ AFC ബോൺമൗത്ത് അവസാനിപ്പിക്കുന്നത് 10ാം സ്ഥാനത്താണ്. അവരുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഹൈ പോയിൻറ്റ്സ് പ്രീമിയർ ലീഗിൽ 48 പോയിൻറ്റ് ആൻഡ് 10ാം സ്ഥാനം. ഇത് അവരുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സീസണായിരുന്നു. അത് നേടിക്കൊടുത്ത മനുഷ്യനാണ് ഇറോള. ഈ 48 പോയിൻറ്റ് നേടുന്നതിന് മുമ്പുള്ള അവരുടെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ടാലി എന്ന് പറയുന്നത് 46 പോയിൻ്റ് ആയിരുന്നു. അത് 2016-17 സീസണിൽ ആരാ നേടിക്കൊടുത്തത്? നമ്മുടെ സ്വന്തം എഡി ഹൗ അറിയാലോ, ഇപ്പോഴത്തെ ന്യൂകാസിലിൻ്റെ മാനേജർ. മൂപ്പരാണ് ഇതിന് മുമ്പത്തെ ഹയസ്റ്റ് പോയിൻ്റ് ടാലി നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിവേ ഇറോള അത് കടത്തി വെട്ടി എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു സീസണിലേക്ക് വരുന്ന സമയത്ത് ടീം കുറേ കൂടി വെൽ സെറ്റിൽഡാണ്. ഇവൻ എൽസനെ പോലത്തെ ഒരുപാട് പ്ലെയേഴ്സ്, നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ്, സബർണീനെ പോലത്തെ, ഇപ്പോൾ അവർക്ക് എപ്പനെ കൊണ്ടുവന്നു. ഇതൊക്കെ കാര്യമായിട്ടുള്ളൊരു ബൂസ്റ്റ് ടീമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങണം. അപ്പോഴാണ് നമുക്ക് ഈ ചങ്ങായിൻ്റെ ഒരു ലെവലും കൂടെ മനസ്സിലാവുള്ളൂ. അവരുടെ ഇഞ്ചുറി ലിസ്റ്റ് ഒന്നും എടുക്കുക. ഇപ്പോൾ ജെയിംസ് ഹില്ല്, എനസുനാൽ, ലൂയിസ് സിനിസ്റ്റേറ, മാർക്കോസ് ടാവേണിയർ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ആ സിസ്റ്റത്തിൽ കീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. ഒരു മോൺസ്റ്റർ പ്രഷറാണ് ആൾ. ഓക്കെ. പിന്നെ ആഡം സ്മിത്ത് പറയേണ്ട ആവശ്യമില്ല. അലക്സ് സ്കോട്ട്, മാർക്കോസ് സെനേഴ്സി, അർജൻറ്റൈൻ സെൻറ്റർ ബാക്ക്, സൂപ്പർ സെൻറ്റർ ബാക്കാണ്. 3 ടാക്കിൾസ് പെർ 90 മിനിറ്റ് എന്നുള്ള ഒരു കിഡിലൻ സ്റ്റാറ്റ് കഴിഞ്ഞ സീസണിൽ മെയിൻറ്റെയിൻ ചെയ്ത ആളാണ്. ആളുടെ സിസ്റ്റത്തിൽ അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു പ്ലെയറാണ്. ജൂലിയൻ അറാഹോ ഈ സീസണിലെ സൈനിങ്ങാണ് ബാഴ്സയിൽ നിന്ന് കൊണ്ടുപോയത്. പിന്നെ ഇവാൻ എൽസൺ കത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇഞ്ചുറി പറ്റിയത്. അപ്പം ഇവരൊന്നും പെട്ടെന്ന് അവൈലബിൾ ആവുന്നൊരു സിറ്റുവേഷനും ഇല്ല. അപ്പോൾ ടീമിലെ പ്രധാനപ്പെട്ട കീ ഫിഗേഴ്സ്, പല കീ പ്ലെയേഴ്സും നഷ്ടപ്പെട്ടപ്പോൾ ഈ ചങ്ങായി എന്ത് ചെയ്തെന്നറിയോ? യങ്സ്റ്റേഴ്സിൽ അങ്ങോട്ട് വിശ്വാസം അർപ്പിച്ച്, മക്കളെ നിങ്ങൾ കളിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരുപാട് യങ്സ്റ്റേഴ്സിനെ അങ്ങോട്ട് ബിലീവ് ചെയ്തു. ആ യങ്സ്റ്റേഴ്സൊക്കെ ഗ്രൗണ്ടിൽ ഡെലിവർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആസ് എ റിസൾട്ട് നിലവിൽ പ്രീമിയർ ലീഗിൽ 21 മാച്ച് കളിച്ചിട്ട് അവർ നിൽക്കുന്നത് എത്രാം സ്ഥാനത്താണെന്നറിയോ? 6ാം സ്ഥാനത്താണ്. അപ്പോൾ 6ാം സ്ഥാനത്ത് നിൽക്കുകയാണ് അവർ. ഇപ്പോൾ ലാസ്റ്റ് മാച്ച് അവരുടെ നോക്കുകയാണെങ്കിൽ ന്യൂകാസിലിനെതിരെ 4-1 വിജയം. 4-1 വിജയം പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറിയാണ്. 21 മാച്ചല്ല കേട്ടോ, 22 മാച്ച് കളിച്ചിട്ടുണ്ട്, 37 പോയിൻറ്റ്. സോ കഴിഞ്ഞ സീസണിലെ 48 പോയിൻറ്റിൻ്റെ ആ ഒരു ടാലി അത് അവർ വെട്ടിക്കുമല്ലോ. അത് ഓൾമോസ്റ്റ് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ആ ഒരു ന്യൂകാസിലിൻ്റെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ ന്യൂകാസിലിൻ്റെ മാച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറിയാണ്. ഈ സീസണിൽ ടോപ്പ് 6 വേണ്ടിയിട്ട് ഞങ്ങൾ പുഷ് ചെയ്യും. ടോപ്പ് 4 കിട്ടില്ലെങ്കിൽ ടോപ്പ് 6 ആ ഒരു യൂറോപ്യൻ സ്പോട്ടിന് വേണ്ടിയിട്ട് AFC ബോൺമൗത്ത് പുഷ് ചെയ്യും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന വിക്ടറി ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ഗംഭീര വിക്ടറിയാണ്.
ഇന്നലെ അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പം ആളുടെ ഒരു ബേസിക്സ് ടാക്ടിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആളൊരു 4-2-3-1 ഷേപ്പിലൊക്കെയാണ് ടീമിനെ സെറ്റപ്പ് ചെയ്യാറുള്ളത്. അപ്പം ടീമിൻ്റെ അവരെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണൻസിനെ ഏറ്റവും ഏർലി ആയിട്ട് പോയി പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യുക, എന്നിട്ട് അപ്പോൾ തുറന്ന് കിട്ടുന്ന സ്പേസ് കയറി അറ്റാക്ക് ചെയ്യുക ആൻഡ് സ്കോർ ഗോൾസ്. ഇതാണ് അവരുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. നമ്മളിപ്പം ഇന്നലത്തെ ആ ഒരു ന്യൂകാസിൽ മാച്ച് കണ്ടവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു 3rd ഗോള്. അതായത് ന്യൂകാസിലിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് അവർ ബോൾ വിൻ ചെയ്തിട്ട് ഒരു അറ്റാക്ക് മെനയുന്നുണ്ടല്ലോ, എന്നിട്ട് ആസ് എ റിസൾട്ടാന്ന് തോന്നുന്നു അവിടെ ക്ലൈവേർട്ടിൻ്റെ ഗോൾ വരുന്നത്, ക്ലൈവേർട്ടിൻ്റെ ഹാട്രിക്ക് തേക്കുന്ന ഗോൾ, ആ ലോങ് റേഞ്ചർ. അപ്പോൾ അതിൽ തന്നെ അറിയാം എപ്പോഴും ഓപ്പണൻസിൻ്റെ ഫസ്റ്റ് ലൈൻ പോയിട്ട് ബ്രേക്ക് ചെയ്യുക, ആ ഫസ്റ്റ് ലൈനിൽ തന്നെ അവർ അൺകംഫർട്ടബിൾ ആക്കുക, അവർക്കുള്ള പാസിംഗ് ലൈൻസ് കട്ട് ചെയ്യുക, മാൻ ടു മാൻ ആയിട്ട് പോയി പ്രസ് ചെയ്യുക. ഓക്കെ, മാൻ ടു മാൻ ആയിട്ട് പോയി പ്രസ് ചെയ്തിട്ട് ആ പാസിംഗ് ലൈൻസ് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് അവരെ സെൻറ്ററിലേക്ക് കളിപ്പിക്കുന്നതിന് പകരം വൈഡിലേക്ക് കളിപ്പിക്കുക. വൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് സെമന്യനെ പോലത്തെ പ്ലേയേഴ്സ്, ക്ലൈവേർട്ടിനെ പോലത്തെ പ്ലേയേഴ്സ്, വേറെയും പ്ലേയേഴ്സ് ഉണ്ട് അവിടെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവരെ യൂസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഫസ്റ്റ് ലൈനിൽ തന്നെ ബോൾ വിൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അധിക ടീംസിനെതിരെയും അവർ ഈ ഒരു സ്ട്രാറ്റജിയാണ് മെയിനായിട്ട് ഫോളോ ചെയ്യാറുള്ളത്. പക്ഷേ ചില ടീമിനെതിരെ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ പോയി ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർസണലിനെതിരെ പോയി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അങ്ങനത്തെ പല ടീമുകളും ഭയങ്കര പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പം പ്രസ് റെസിസ്റ്റൻ്റ് ആവുന്ന സിറ്റുവേഷനിൽ ചില പ്ലെയേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് പ്രസ് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അതാണ് അവരുടെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സംഭവം. ഇനിയിപ്പോൾ ഓപ്പണൻസ് ബോൾ ക്യാരി ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് വരികയാണെങ്കിൽ അവിടെയും സെൻറ്ററിൽ പ്രോഗ്രസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, വൈഡിലോട്ട് പുഷ് ചെയ്യുക. അപ്പം വൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കെർക്കസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ടീം കെർക്കസ് ലെഫ്റ്റ് ബാക്കാണ്, സ്റ്റാൻഡ് ഔട്ട് സീസണാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ സീസണാണത്. അല്ലെങ്കിൽ റൈറ്റിൽ ഇപ്പോൾ ഇന്നലെയൊക്കെ കളിച്ചത് അലക്സ് കുക്ക് ഒരു മിഡ്ഫീൽഡറാണ്. ആ മിഡ്ഫീൽഡറാണ് ഇന്നലെ റൈറ്റ് ബാക്ക് കളിച്ചിട്ടുള്ളത്. ഒരു ക്ലാസ് പെർഫോമൻസ്, അടിപൊളി പെർഫോമൻസ് ആണ് ഇന്നലെ ആ റൈറ്റ് സൈഡിൽ അലക്സ് കുക്ക് തന്നിട്ടുള്ളത്. ഒരു പരിധി വരെ ഗോളനെ തടഞ്ഞു നിർത്താനൊക്കെ മൂപ്പർക്ക് പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ വൈഡുള്ള പ്ലെയേഴ്സിനെ യൂസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാം. അപ്പോൾ അതാണ് അവരുടെ ഒരു ബേസിക് പ്രസ്സിങ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അപ്പം ആൻ്റണി ഇറോളനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ ടൈറ്റ് സ്പേസിലൊന്നും കളിക്കില്ല, ഞങ്ങൾക്ക് ഓപ്പൺ സ്പേസ് കിട്ടണം, ഓപ്പണൻസ് ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ഗോൾ അടിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ആളെന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ടീമുകൾക്കെതിരെ നിങ്ങൾക്കൊരു ബെസ്റ്റ് വേർഷൻ ഓഫ് ബോൺമൗത്ത് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഓപ്പണൻസിനെ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്തിട്ട് അവരെ ഔട്ട് ഓഫ് ഷേപ്പ് ആക്കാം. സ്വാഭാവികമായിട്ടും സ്പേസ് ഓപ്പൺ ആയി കിട്ടും, ആ സ്പേസ് കയറിയിട്ട് അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സീസണിൽ ഇവാൻ നെൽസണൊക്കെ നല്ല ഫോമിൽ കളിച്ച് വരികയായിരുന്നു. ഇവാൻ നെൽസനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവാൻ നെൽസണൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കൊരു ഡിപ്പ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു ഡിപ്പുമില്ല, കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രീമിയർ ലീഗിലെ 14th മാച്ച് ഡേക്ക് ശേഷം ഇതുവരെ അവരൊരു മാച്ച് പോലും തോറ്റിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അടിച്ചിടുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂകാസിലിനെ അടിച്ചിടുന്നുണ്ട്, ഫുൾഹാമിനെതിരെ സമനിലയുണ്ട്, ഫുൾഹാമിനെ തോൽപ്പിക്കുന്നുണ്ട്, അതുപോലെ ചെൽസിക്കെതിരെ ഒരു കിഡിലൻ സമനിലയുണ്ട്, സ്പേഴ്സിനെ തോൽപ്പിക്കുന്നുണ്ട്, പിന്നെ ക്രിസ്റ്റൽ പാലസിനെതിരെ സമനിലയാണ്, എവർട്ടൺ കീഴടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നല്ല ടീമുകളൊക്കെ തോൽപ്പിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ടേബിളിൽ 6ാം സ്ഥാനത്തിരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. സോ ഈ മൊമെൻറ്റം അവർ കീപ്പ് ചെയ്ത് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ സീസണിൽ പ്രീമിയർ ലീഗ് കാണാൻ നല്ല രസമുണ്ട്. കാരണം എല്ലാ സീസണിലും പ്രീമിയർ ലീഗ് രസമാണ്. പക്ഷേ ഇപ്പം ആ ഒരു ടോപ്പ് 3യിലേക്ക് നമ്മുടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ഈ ഒരു ടോപ്പ് 6 റേസിലേക്ക്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ടോപ്പ് 4 കണ്ടൻറ്റേഴ്സൊക്കെ ആയിട്ട് പലരും ബോൺമൗത്തിനെ വിശേഷിപ്പിക്കുന്നതും റേസ് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയി ഇവർ അങ്ങോട്ട് മുന്നിലോട്ട് വരുന്ന സമയത്ത്. എസ്പെഷ്യലി ഇഞ്ചുറി കൊണ്ട് വലയുന്ന, സീരിയസ്ലി ലിറ്ററലി ഇഞ്ചുറി കൊണ്ട് വലയുന്ന ഒരു സ്ക്വാഡിനെ വെച്ചാണ് AFC ബോൺമൗത്ത് എന്ത് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടോപ്പ് 6 അല്ലെങ്കിൽ ടോപ്പ് 8 ടോപ്പ് 4 ഒക്കെ ചാലഞ്ച് ചെയ്യും എന്നുള്ളൊരു പ്രതീതി നമുക്ക് തരുന്നത്, കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്തിട്ട് അതിനൊത്ത ഔട്ട്പുട്ട് തരുന്നത്. സോ ക്രെഡിറ്റ്സ് ടു ആൻ്റണി ഇറോള. ആൾ യങ്സ്റ്റേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അദ്ദേഹത്തിൻ്റെ മെയിൻ പ്ലേയേഴ്സ് ആരൊക്കെയാണ്? ഇപ്പം നമ്മുടെ സബേണി ആണെങ്കിലും, അതുപോലെ ക്ലൈവേർട്ട് ആണെങ്കിലും, സെമാനിയോ ആണെങ്കിലും, ഇവരൊക്കെ 21, 25, 22 എല്ലാവരും 25-ന് താഴെയുള്ള പ്ലേയേഴ്സാണ്. അവരുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 23.5 24 എങ്ങാനും ആണ്. സോ എല്ലാം പ്രൈമിലേക്ക് കിടക്കുന്ന ഒരു പറ്റം യങ്സ്റ്റേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് ആൾ ഉണ്ടാക്കുന്നത്. ആളുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വേറെ സംഭവം ഹാർഡ് വർക്ക് ചെയ്യുക,
എപ്പോഴും മരിച്ച് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവിടെ സ്ഥാനമില്ല. എപ്പോഴും നമ്മൾ ഓപ്പണൻസിനെ ഔട്ട് വർക്ക് ചെയ്യുക, അവരെക്കാളും കൂടുതൽ വർക്ക് എടുക്കുക, ബോൾ വിൻ ചെയ്യുക, ഗോൾ അടിക്കുക. ഇതാണ് മൂപ്പരുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമിയർ ലീഗിൽ ആരും പേടിക്കുന്ന സൈഡായിട്ട് ബോൺമൗത്ത് മാറിയിട്ടുണ്ട്. വൺസ് റെലഗേഷനിൽ കടക്കുമോ അല്ലെങ്കിൽ റെലഗേഷനിൽ നിന്ന് അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു എന്ന് ലെവലിൽ കിടന്ന ബോൺമൗത്തിനെ ഈ ചങ്ങായി പിടിച്ചിട്ട് എന്ത് ചെയ്തു, പൊക്കി കൊണ്ടുവന്നു. നിലവിൽ ടോപ്പ് 6 കണ്ടൻറ്റ് ചെയ്യുന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി. ക്രെഡിറ്റ്സാണ്. പിന്നെ ഇപ്പോൾ അവർക്ക് ഗോൾ കീപ്പറായിട്ടുള്ളത് കെപ്പയാണെന്ന് നമുക്കറിയാം. കെർക്കസ് ലെഫ്റ്റ് ബാക്കിൽ ആളെ സംബന്ധിച്ചിടത്തോളം വേറെ ലെവൽ സീസണാണ്. അറ്റാക്കിംഗ് വൈസ് ആണെങ്കിലും ഡിഫെൻഡിങ് വൈസ് ആണെങ്കിലും ആൾ ഔട്ട്സ്റ്റാൻഡിങ് ജോബാണ് നിലവിലെ ടീമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജബർണി ഉണ്ട്, ടോപ്പ് ക്ലാസ് സെൻറ്റർ ബാക്കാണ്. അധികം വൈകാതെ ടോപ്പ് ക്ലബ്സൊക്കെ ചാമ്പി കൊണ്ടുപോകാൻ പോകുന്ന ഒരു സെൻറ്റർ ബാക്കാണ്. പിന്നെ ഹൊയ്സൺ ഉണ്ട്, അവിടെ ആഡംസ് ഉണ്ട്, ക്രിസ്റ്റി ഉണ്ട്, പറയുകയാണെങ്കിൽ ക്ലൈവേർട്ട് ഉണ്ട്, ഇന്നലെ ഹാട്രിക്ക് അടിച്ചിട്ടുണ്ട്, സെമാന്യോ, ബ്രൂക്സ്, പിന്നെ ഔട്ടാര എന്ന് പറയുന്ന അവരുടെ പ്ലെയർ ഉണ്ട്. അവരുടെ കീ സ്ട്രൈക്കറായിട്ടുള്ള നമ്മുടെ ആരാണ് ഇവാനെൽസൺ ഇഞ്ചുറി പറ്റിയിട്ടും അവിടെ ഇപ്പോൾ ഈ ഔട്ടാര സ്കോർ ചെയ്യുന്നുണ്ട്, ക്ലൈവേർട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ടീമിനെ എങ്ങനെ മുന്നോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. അപ്പം അതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റൈറ്റ് ബാക്കിൽ അവിടെ ആളില്ല. ലൂയിസ് കുക്ക് പോയിട്ട് അവിടെ സ്റ്റെപ്പപ്പ് ചെയ്ത് പെർഫോം ചെയ്ത് ടീമിനെ റെസ്ക്യൂ ചെയ്തു. അപ്പം അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് സ്റ്റെപ്പപ്പ് ചെയ്തുകൊണ്ടാണ് ടീം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അവർ റൈറ്റ് മെൻറ്റാലിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ പല ടോപ്പ് ക്ലബിൻ്റെ പ്ലെയേഴ്സിനും ഒന്നും ഇല്ലാത്തത്. അപ്പം ഈ ചങ്ങായിൻ്റെ അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഞ്ചുറി ഒന്നിനും എക്സ്ക്യൂസ് അല്ല എന്നുള്ളതാണ്. അറിയാമല്ലോ, ബോൺമൗത്തിനുള്ള പ്ലെയേഴ്സിനെയൊക്കെ നമുക്കറിയാം. അവരെ വെച്ചാൽ എവിടെയൊക്കെ പോകുന്നൊക്കെയുള്ള ഒരു പ്രീസെറ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ട് നമുക്ക്. ഇവരിവിടെയൊക്കെ പോവുള്ളൂ. പക്ഷേ ഈ ചങ്ങായി ആ ലൈൻ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഇഞ്ചുറി കൊണ്ട് നിറഞ്ഞൊരു സ്ക്വാഡും വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ ടോപ്പ് 6 ടോപ്പ് 8 അല്ല, ടോപ്പ് 8 മുകളിൽ ടോപ്പ് 6 ടോപ്പ് 4 ഞാൻ ഫിനിഷ് ചെയ്യും എന്നുള്ളൊരു ഭീഷണി ഓപ്പോണൻസിന് കൊടുക്കുകയാണ്. അത് ഒരു വലിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അവർ ടോപ്പ് 6 ഫിനിഷ് ചെയ്ത് കാണാൻ എനിക്ക് കാര്യമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ലെറ്റ്സ് സീ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.